ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാത്രി ഞാൻ എത്ര മണി സമയം 8:30 ആയിട്ട്. അപ്പൊ എന്താണ് ഏട്ടാ കാരണം നമ്മളിവിടെ എത്താൻ? ഒരു പ്ലം കേക്ക് കഴിക്കണം എന്ന് ആഗ്രഹം. ശരിക്കും ഞാൻ 1-ാം തീയതി മേടിച്ച് കഴിക്കണം പതിവ്. പക്ഷെ ഇന്നത്തെ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാരണം 1-ാം തീയതി മാറ്റി ഞാൻ ഇപ്പൊ ഒരു 1/2 കിലോണ്ട് മേടിച്ചോണ്ട് ഒരു തുണ്ട് മേടിക്കുമ്പോ 1 കിലോ കണ്ടു കഴിഞ്ഞ് ഞാൻ തിന്നുവാനേട്ടാ. ഒരു പീസല്ലേ, 1 കിലോ മേടിച്ചപ്പോ ഒരു പീസല്ലേ ചെറുതായിട്ട് കിട്ടില്ല. 7-8 അങ്ങനെ കേക്ക് മേടിക്കാൻ ആരൊക്കെ വന്നിക്കണെന്ന് പറഞ്ഞ ആരൊക്കെ ഉണ്ട് ഇതില്? കുണുക്കുണ്ട്, നാടിനെ കാണിച്ചു കൊടുക്ക്. കുണുക്കുണ്ട്, പിന്നെ ആരല്ലാടെ? കാത്തു ഹായ് ബൈ, ഹായ് പറയേ. ഹായ് അമ്മമ്മ കേക്ക് വെച്ചിട്ടാ കുണുക്കി അമ്മനെ കൊണ്ടുപോകാത്ത കേക്ക് അല്ലാണ്ട് എന്തൊക്കെയോ ഉണ്ടല്ലോ. നിനക്കുള്ള ബെന്നുണ്ട്, കൊട്ട കേക്ക് ഉണ്ട്, പിന്നെ പപ്പടവാട ഉണ്ട്, അച്ഛന് പേപ്പർ ബിസ്ക്കറ്റ് ഉണ്ട്. പോരെ കാത്തുണ്ടാ? കാത്തു കാത്തിന് അമ്മ ഇപ്രാവശ്യത്തെ ആദ്യത്തെ കേക്ക് ഞങ്ങൾ എല്ലാരും കൂടി കട്ട് ചെയ്യാണ്. പ്ലം കേക്ക്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആവേശം. കാത്തു ഇത്ര ദിവസമായിട്ട് മധുരം കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും പ്ലം കേക്ക്, എന്താ വെച്ചാൽ ക്രിസ്മസ്. അത് നമുക്ക് അങ്ങനെ കാത്തു വന്നിട്ടുണ്ട്. കാത്തു പിച്ചോ. കാത്തിന്റെ 2ാമത്തെ കൊല്ലം ഓണം ക്രിസ്മസ് ആണ്. കത്തിയൊന്നും പിടിക്കില്ല. കേക്കാണ്ടേ കാത്തു? കേക്കാണ്ടേ? കൊടുക്ക്. അവൾക്ക് കയ്യിൽ കിട്ടണം ഒറ്റയ്ക്ക്. ആ മാമ കൊടുത്തിട്ട് ഞാൻ അടിച്ച ഇതാണ് കത്ത സെറ്റ്. കേക്ക് ആഗ്രഹിച്ചാൽ തിന്നാ. കേക്ക് ആഗ്രഹിച്ചാൽ തിന്നാ. കൊടുക്കും. അടുത്താല കുഞ്ഞൻ ചക്കൻ്റെ അവിടെ ഡിൻ 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 ഡി. ഞങ്ങൾ തോന്നിവിടെ ഉണ്ടാവും. ഞാൻ ക്രിസ്മസിന് ചെയ്തു. ക്രിസ്മസിന്റെ രാത്രി അവിടെ നിന്റെ വീടല്ല എന്റെ അച്ഛനമ്മ വീടാ വരും. നിന്റെ വീട് അതുണ്ടല്ല ഭയങ്കര ഇഷ്ടം. രാജേച്ചി ഞാൻ വിളിച്ചാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് തീർക്കണ്ട. ദിവസത്തെ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇങ്ങനെ തൂക്കം കുറഞ്ഞു വരുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം 2 ദിവസം നോക്കുമ്പോൾ 87 പോയിന്റ് ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് ഓരോ ദിവസം ഓരോ ഗ്രാമത്ത് 1/4 കിലോ വെച്ച് കുറഞ്ഞാണ്. നമുക്ക് സന്തോഷമാണ്. നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും തടി കുറയ്ക്കണവർക്ക് കുറയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഞാനും. തന്നെ എൻ്റെ ബ്ലൗസും ജാക്കറ്റൊക്കെ മാക്സിമം ഇങ്ങനെ ലൂസായി ഭയങ്കരമായിട്ട്. അങ്ങനെ അപ്പം ഇന്നത്തെ രാവിലെ തന്നെ ഞാൻ 1 ഗ്ലാസ് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി ചെറുനാരങ്ങയും തുള്ളി തേൻ ഒഴിച്ചിട്ടുള്ള നേരിയൊരു ചൂടുള്ള വെറുമായിട്ട് കുടിച്ചോട്ടാ. അപ്പം അത് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ലിവറിന് നല്ലതാണ്, ചെറുനാരങ്ങ നീരൊക്കെ കുടിക്കുന്നത് നല്ലതെന്ന് പറയുന്നത് കേൾക്കണം. അപ്പം എന്തായാലും വേറെ ഭവിഷ്യത്ത് അതൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുടിക്കുന്നത്.
അപ്പോൾ നമ്മളോട് ഒരു പെൺകുട്ടി കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ പൊടി നമ്മൾ മേടിക്കണേൽ കളർ വരും, മഞ്ഞളിൻ്റെ കളറായിരിക്കും കൂടുതൽ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, 1 കിലോ മഞ്ഞൾ നമുക്ക് മാർക്കറ്റ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, പച്ചമഞ്ഞൾ. അത് മേടിച്ചിട്ട് മില്ലിൽ പൊടിപ്പിക്കണോടത്ത് പോവുക, അവരപ്പനെ പൊടിപ്പിച്ച് തരും. അതിപ്പോൾ കഴുകി ഉണക്കി അങ്ങനത്തെ കഷ്ടപ്പാടൊന്നും ഇല്ല. അത് ജസ്റ്റ് അവിടെ കൊടുത്താൽ അപ്പനെ അവർ പൊടിച്ചു തരും. അപ്പോൾ അത് നല്ലതാണ്. ഞങ്ങൾ പിന്നെ കുറേ ഇപ്പം നാളായിട്ട് ഞങ്ങൾ കറിയിലേക്കൊക്കെ അങ്ങനെ തന്നെയാണ്, മഞ്ഞൾപ്പൊടി തീരെ മേടിക്കാറില്ല. അങ്ങനെ പിന്നെ എന്താ ഡയറ്റിങ്, ഫുഡ് കഴിക്കുന്ന ടൈം നമ്മൾ എത്ര രാവിലെ എണിച്ച് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും സ്നാക്സ്, പഴമോ ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലും ആയിട്ട് കഴിക്കണം. അത് കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ ഉച്ചത്തെ ഫുഡ്, അത് കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ ചായ കുടിക്കണം. അത് കഴിഞ്ഞ് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട് സലാഡ് എന്തെങ്കിലും അങ്ങനെ ആയിട്ട് നമ്മളെല്ലാം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കഴിക്കുക. പിന്നെ കഴിക്കണത് രാത്രിത്തെ ഫുഡ് ഒരു 8 മണിയാകുമ്പോഴേക്കും കഴിച്ച് അവസാനിപ്പിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പലർക്കും പല രീതികളാണല്ലോ അങ്ങനെ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മുതിര വേവിക്കാൻ വെച്ചിട്ട്, അപ്പോൾ മാണിയിൽ കൊടപ്പെന്ന് പറയും, മാണി എന്ന് പറയും, കൊപ്പറാന്ന് പറയും, പലയിടത്തും പലതാ പറയും. നമ്മുടെ വാഴയുടെ ഇങ്ങനെ കൊലയുടെ അടിയിലുണ്ടാവില്ല മാണി, അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ അതും മുതിര കൂടിയിട്ട് ചാറ് പോലെ ഒരു ഉപ്പേരി പോലെ വയ്ക്കും. അതിലേക്ക് ഞങ്ങൾക്ക് കഞ്ഞിപ്പുല്ലിൻ്റെ റാഗിയുടെ ഒരു പുട്ട് കേട്ടോ, അതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു കോഴിമുട്ട ഉണ്ടാവും, ഫ്രൂട്ട് സലാഡ്, വെജിറ്റബിൾ സലാഡ് വേണമെങ്കിൽ അതും ഉണ്ടാക്കാം. ഉണ്ണകൾക്ക് ബർഗർ മതിയുണ്ട്, അപ്പോൾ ഉണ്ണകൾക്ക് അത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോന്നോരോന്ന് ചെയ്യട്ടെ. റാഗിപ്പൊടി നോക്കാൻ ഇപ്പോൾ കുറച്ചുള്ളൂ റാഗി, നമുക്ക് പുട്ടിന് തികയില്ല, തൊഴിലുള്ളൂ. അപ്പം ഞാൻ ചോളത്തിൻ്റെ പുട്ടുണ്ടാക്കാന്ന് വെച്ചിട്ടാണ്. പുട്ടുപൊടിയിൽ അവർ അരിപ്പൊടിയും ചേർക്കണ്ടോന്നൊരു സംശയം, കാണുമ്പോൾ ഒരു ഫീൽ അങ്ങനെ തോന്നുന്നുണ്ട്, ഉണ്ടാവും അറിയില്ല. ഈ റാഗിയുടെ പൊടിയും ഈ ചോളത്തിൻ്റെ പുട്ടുപൊടിയുടെ ഒക്കെ അരിപ്പൊടി അവർ കുറച്ച് ചേർക്കണ്ടോന്നു, റൈസിൻ്റെ അറിയില്ല. അങ്ങനെ രാവിലത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക, ചോളത്തിൻ്റെ പുട്ടുണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് കുഴയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ചില പൊടികളൊക്കെ നമുക്ക് കുഴയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ അത് കുഴയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ടേസ്റ്റ് വെച്ചാൽ നമുക്ക് പ്ലെയിൻ ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല കടലക്കറി, ഗ്രീൻ പീസ് കറി, അങ്ങനെ എന്തെങ്കിലും മുതിര, എന്തെങ്കിലും മീൻകറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ കറി എന്തെങ്കിലും വേണം. അങ്ങനെ ഞാൻ തേറ്റി ഉപ്പും നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചപ്പോൾ ഉണ്ടോ ഊത്തിന്നില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ട കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ, പിന്നെ നമ്മൾ കുഴക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളം മുകളിൽ ഇങ്ങനെ തെളിച്ച് വയ്ക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഡ്രൈ ആയിട്ട് ആ വെള്ളം കൂടി പിടിച്ച് നല്ല സോഫ്റ്റ് ആവും. വെള്ളം കുറച്ചുകൂടി ഡ്രൈ ഇതാവാണ്ടിരിക്കാനാണ് കുറച്ച് വെള്ളം നമ്മൾ മുകളിൽ ചേർത്തണം കേട്ടോ. അങ്ങനെ നമ്മളത് കുഴച്ച് മാറ്റി വെച്ച് നമ്മളടുത്തത് മുതിര വേവിക്കാൻ വെച്ചിട്ട് അതിലേക്ക് കൊടപ്പെന്ന് പറയും, മാണിന്ന് പറയും, പലയിടത്തും പലതാണ് പറയാം. അപ്പോൾ അത് ഉപ്പേരി വെക്കാനായിട്ട് അത് നല്ല ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ പറമ്പിലുണ്ടാവണതില്ല, ഇതൊക്കെ നല്ലതാണല്ലോ ശരീരത്തിന്, വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പോൾ വിചാരിച്ചു വയറ് നിറയെ എന്തെങ്കിലും കഴിക്കാമല്ലോ, ചോറോ കാര്യങ്ങളോ ഒന്നും വയറ് നിറയെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് മുതിരയും മാണിയുടെ ഉപ്പേരി കൂടി ആകുമ്പോൾ കുറച്ച് കഴിക്കാമല്ലോ വെച്ചിട്ടാണ് നമ്മൾ മാണി കുറേശ്ശെ ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടു. എല്ലാവരും ഇങ്ങനെയാണെന്ന് നന്നാക്കാൻ അറിയില്ല, ഞാൻ ഇങ്ങനെയാണ്. പിന്നെ ആവുന്ന വയലറ്റ് നിറമുള്ള ഇല വരെ ഞാൻ കളയും, കൂമ്പ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. ഈ ലൈറ്റ് പച്ച നിറം ആകുമ്പോൾ ഞാൻ എടുക്കുള്ളൂ കേട്ടോ ഉപ്പേരിക്ക്. അങ്ങനെ നമ്മൾ കയ്യിലൊരു തരി പച്ച വെളിച്ചെണ്ണ തൊട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കുക. അപ്പോൾ നൂലുണ്ടെങ്കിൽ നൂല് നമ്മുടെ കയ്യിൽ പോരും. പിന്നെ ഉപ്പേരി മുളകിടാൻ വേണ്ടിയിട്ട് നമ്മുടെ അങ്ങനെ നമ്മളത് സബോള എന്ന് പറഞ്ഞിട്ട് തെറ്റിയിട്ട് പറയട്ടോ, എന്താ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നാക്കിയിട്ട് ഉപ്പേരി കാച്ചാനായിട്ട്. പിന്നെ നമ്മളൊരു 3-4 കോഴിമുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ണികൾക്ക് എക്സാമാണ്, അപ്പോൾ അവർ പോകുമ്പോൾ അവർ ചേരുന്ന നേരത്തൊക്കെ കോഴിമുട്ട മാത്രം കഴിച്ചിട്ടാണ് പോകണിട്ട്, വേറെ ഒന്നും പ്രത്യേകിച്ച് കഴിക്കില്ല. അങ്ങനെ അവർക്കായിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. അവർ പറഞ്ഞു ബർഗർ ഉണ്ടാക്കിയാൽ മതി, ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ, പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് കുഞ്ഞിന് പറഞ്ഞു എനിക്ക് ബർഗർ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ ശരി, ഇവിടെ എപ്പോഴും കോട്ടയം ഇടാതാണ് പ്രശ്നം. പിന്നെ തലേദിവസം നമ്മൾ പോയിട്ട് ബെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്മിതാസിന്, അപ്പോൾ ആ ബെന്നിൽ ബർഗർ ഉണ്ടാക്കി വെച്ചു. പിന്നെ നാളികേരം ഉടച്ചു. അപ്പോൾ നമ്മൾ വീഡിയോ ഉള്ളത് 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഉള്ളത്. ഇന്നലത്തെ തലേദിവസം കേക്ക് മേടിക്കുമ്പോഴും പിന്നെ പിറ്റേ ദിവസത്തെ ഒരു ഡേ മൈ ലൈഫ് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കുന്നത്.
അങ്ങനെ അന്നേട്ട് ഇന്ന് പുറത്ത് കുറച്ച് പൈസ ആയതുകൊണ്ട് നാളികേരം ചെരുകണമാണ് എനിക്ക് കിട്ടിയിട്ട്. അപ്പോൾ നാളികേരം ഉടച്ചു. അപ്പോൾ പിട്ടെനിക്ക് കുറച്ച് മധുരം വേറെ ആയിരിക്കില്ല, എനിക്ക് രണ്ട് മാത്രമല്ല വേണ്ടോ. അപ്പോൾ കുറച്ച് നാളികേരമൊക്കെ ചെരുകിയെടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയൊക്കെ വിസിലടിച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ അടുപ്പിലേക്ക് ചീന ചട്ടി കയറ്റി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് മൂത്ത് അതിനോടുകൂടി കുറച്ച് കുത്തിയ മുളകും കുറച്ച് മുളകും പൊടി കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡി കേട്ടോ. എനിക്ക് ഈ മെഴുക്ക് പുരട്ടിയൊക്കെ കാരണം ഇഷ്ടമില്ല. കടുക് പൊട്ടിച്ചിട്ട് പച്ചമുളക് എനിക്ക് അതിനോട് അത്ര ടേസ്റ്റ് തോന്നുന്നുണ്ട്. എനിക്ക് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഉപ്പേരി അത് ഇഷ്ടമാണ്. പല സൈഡിൽ പല ഇതാണ്. ഇപ്പം ഞങ്ങളുടെ സൈഡിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കണമുണ്ട്, ഇങ്ങനെ മെഴുക്ക് പറ്റുമല്ലോ. എനിക്ക് അതിനോട് എന്തോ വലിയ താല്പര്യമില്ല. എനിക്ക് നമ്മുടെ സാധാ തൃശ്ശൂർ പണ്ടോട്ടേ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തത് അല്ലെങ്കിൽ മുളകും പൊടി കുത്തിയ മുളകൊക്കെ ഇട്ട് ഉപ്പേരി കാച്ചണോണ്ടാണ് ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുക്കറൊക്കെ വെച്ച് പുട്ടുണ്ടാക്കി ഇപ്പുറത്തെ അടുപ്പിൽ കത്തിച്ചുവിട്ടാം. ആ മുതലൊന്ന് വറ്റി കിട്ടുന്നതായിരിക്കും. അതൊന്ന് തിളച്ചാലാണ് നമ്മുടെ അരിക്കൊക്കെ എരിവ് പിടിക്കുള്ളൂ, നല്ല എരിവ് ഉപ്പൊക്കെ ഒന്ന് പിടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ എനിക്ക് കുണുക്കിനെ എക്സാമിന് പറഞ്ഞേക്കാൻ കുളിപ്പിക്കാൻ പോകാനായിട്ടാണ്. അപ്പോൾ ഞാൻ കുഞ്ഞാ നോക്കിക്കോ ഞാൻ പോവാന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അതിന് കൊണ്ട് ഞാൻ 3-4 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൊണ്ട് കളയാൻ നിന്നിട്ട് വേറെ നല്ല കുണുക്കി പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുകയാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുണുക്കൻ കട്ടൊക്കെ വരുന്നതായിട്ട് കുണുക്ക ഒരു മുട്ട വയ്ക്കും. കുണുക്ക് ഭയങ്കര മടിച്ചേട്ടോ, മുട്ട വയ്ക്കില്ല കാര്യം ചെയ്യില്ല. കുണുക്ക് നല്ല കുട്ടിയാണ്. കുണുക്ക് പറഞ്ഞാലനുസരിക്കും. നല്ല സുന്ദര ചെക്കനല്ല മോനാ. അവിടെ എന്തോ കുരുത്തക്കേട് ചെയ്യേണ്ടത് അവിടെ ഇരുന്നിട്ട്. അങ്ങനെ നമ്മുടെ കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ ഒന്ന് തൊണ്ട് കളഞ്ഞ് കാര്യങ്ങൾ കഴിഞ്ഞ് അതും കൊണ്ടുവച്ചതിന് ശേഷം വേണം കുണുക്കിനും കുളിപ്പിക്കണം. കാത്തു അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുണുക്കിന് കൊണ്ടാക്കാൻ. പിന്നെ എനിക്ക് കുളിക്കണം, അനുവേട്ടന് കുളിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിക്കാൻ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കാട്ടിട്ടില്ല അമ്മാമ്മച്ചി കൊക്കനെ അതൊന്നും വാങ്ങിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വർത്താനം. അങ്ങനെ നമ്മുടെ കാർത്തും എത്തിയിട്ടുണ്ട്. ഹായ്, കണ്ണ് കാണാൻ എൻ്റെ കുട്ടിയുടെ. ഹായ് പയ്യ, കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ശുന്തിരി മോളാണ് അമ്മമ്മയുടെ അല്ല പിന്നെ ശുന്തിരി മോളല്ലേ? ആ ഹായ് പറയൂ, ഹായ് പറയും കാത്തു, ഹായ് പറയും. കുണുക്കിന് പരീക്ഷയ്ക്ക് പൊന്നു ശരി കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാർത്തൂന് അപ്പോൾ അവർക്ക് എന്താ വീഡിയോ എടുക്കാണ്ട്. അപ്പോൾ അവരങ്ങനെ പോവും. വിഷമമൊന്നുമില്ല. അമ്മ വണ്ടിയിൽ പോകണ്ട കുട്ടി ഇവിടെ അങ്ങനത്തെ വിഷമത്തിൽ ആദ്യം പയ്യ കൊടുത്തിട്ട് പറഞ്ഞു അമ്മാമ്മൻ്റെ അല്ലേ മുന്നാ. ആ അമ്മയും പൊക്കോട്ടെ അല്ലേ? ആ അമ്മാമ്മന് ഇഷ്ടമല്ലേ പൊന്നിന്? ആ അപ്പോൾ ഒരു ഉമ്മയോ നമുക്ക് പോവാ. ഷെബിയും പോയി ഉണ്ടാവില്ല, അവർക്ക് വീഡിയോ എടുക്കണം. അവർ പോയി. അങ്ങനെ നമ്മുടെ അച്ചാച്ചന്റെ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. സുന്ദരനും സുമുഖനുമായ സുന്ദരൻ എത്തിയിരിക്കുകയാണ്. മുടിച്ചിട്ടാൻ പോവാണ്. നമുക്ക് പോവാ. ഞാൻ എന്താ പറയാ പിന്നെ എന്ത് പറയണേ പറയാം. അമ്മാമി മുളമുട്ടിലാണ്, ഞങ്ങൾ കോഴിമുട്ടയില്ല അല്ല. പിന്നെ കുടുക്കി കഴിക്കാൻ കോഴിമുട്ട മേശ വെച്ചിട്ടാണ് വന്നേശം അമ്മ മൂപ്പരുണ്ടായിരുന്നു സെലക്ട് ചെയ്തെടുത്തു. ഇപ്പം ഉണ്ണിയാള് ഇല്ലാത്ത സുഖമായിരുന്നു. ഒരാളേലും നോക്കണ്ടു. അവരെ എടുക്കാൻ വരുമോ? അപ്പൊ പറഞ്ഞില്ല വരാൻ പറഞ്ഞ ഇവളെ നാലിൻ്റെ അടുത്താലാണ് അമ്മാമ്മക്ക് ചായ കൊണ്ട് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലോ എവിടെ കിട്ടുന്നില്ലല്ലോ, വെറുതെ കാണിക്കല്ലേ. എന്റെ ചെക്കൻ സുന്ദരനായല്ലോ. ഇവിടെ അപ്പാപ്പ എവിടെ പപ്പ അപ്പ വെച്ചേ അപ്പ വെച്ചേ അമ്മ അമ്മ എന്ത് വിശേഷം ചോദിക്ക് ചോദിക്കുന്നുണ്ടോ എന്ത് വിശേഷം? സുഖാണോ?
സുഖാണോ വെച്ച് സുഖാണോ? ഇത് കാത്തുവാന്ന് വെച്ചേ. ആ കുട്ടിയുടെ പേരെന്താ? മോളുടെ പേര് പറഞ്ഞു വെച്ചേ. കാത്തു പറഞ്ഞു വെച്ചേ. കാത്തു പറഞ്ഞത് കാത്തു പറഞ്ഞത് തന്നെ. കാത്തു പറഞ്ഞ അപ്പാപ്പിക്ക് അറിയില്ല പേര്. കാത്തു. ആ കാത്തു. അത് വേറെ ഉപ്പിയാണോ? അതിലുണ്ടല്ലേ? താഴത്തേക്ക് എനിക്കില്ല. കഴിഞ്ഞ എനിക്ക് പറ്റിയ എന്റെ മുഖത്തേക്ക് ഇല്ല. കുളിച്ചുകൊണ്ടാണ് ഡ്രസ് മാറ്റി അവർ പറഞ്ഞു. പിന്നെ ഈ കാണുന്നതൊക്കെ എന്റെ നാച്ചുറൽ സൗന്ദര്യമാണ്. യെസ്. ഇതില്ലേ അച്ചാച്ചന്റെ മുതലാകുമ്പോ പിന്നെ അധികം വരില്ല. അതൊരു മുഖത്ത് പറ്റരുത് പറയാം. ഇതൊന്നുമില്ല. ഇതെന്താ കള്ളത്തരയ്ക്കറിയാം. ഇത് കള്ളപ്പട്ടിയാ. ഇത് വേണ്ട. അങ്ങനെ പോട്ടെ. കുറച്ചുകൂടി പോട്ടെ. അതെന്തത് കുളിക്കാനല്ലേ മുഖത്ത് തേക്കല് വേണ്ടോ? ആ ഇങ്ങനെയൊക്കെ തേക്കണം. എന്താ കാര്യമുള്ളത്? വെറുതെ പൗഡർ ആർക്ക് മനസ്സിലായി കഴിയാണ്ടായിപ്പോ. അച്ചാച്ച തേനില്ല കാശ്. ഒരു പൊട്ട് കുത്തിയായിരുന്നേക്ക്. അച്ചാച്ചനാണ് എൻ്റെ ബ്യൂട്ടീഷ്യൻ. അങ്ങ് ഇതോട് കഴിക്ക്. ആ ഞാൻ കഴിക്ക്. പൊട്ട് പോലില്ല അവിടെ തന്നെ. അല്ല ഇല്ല. അൽമല്ല. മതിയാ? അമ്മമ്മയുടെ ആനയുടെ ബോക്സ് മാറ്റിക്ക. ഇരിക്കാണ് ഉന്നം. ഈ ബോക്സ് ഇതില് മാമയുടെ മുടി ബണ്ണുള്ള ഇത് കഴിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ അമ്മമ്മ ഒരു മുട്ട അത് വേണം. ഉണ്ണി നീ തിന്നാറില്ലല്ലോ. എനിക്കറിയാ പൊട്ടിച്ച് നശിപ്പിക്കാനെന്ന്. തിന്നെ എൻ്റെ മെത്തക്കണ്ട മുട്ട മാറും. ഒറ്റയ്ക്ക് തിന്നണം. ആരും വാരി വെച്ച് കൊടുക്കുമ്പോൾ ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് കഴിക്കണം. അല്ല മോനെ ഒറ്റയ്ക്ക് കഴിക്കുന്നില്ല ഇഷ്ടം. പൊട്ട് കാണാനില്ല. കുഞ്ഞ പൊട്ട് കിട്ടിയില്ല കുണുക്കിക്ക് തൊടുമ്പോ. എവിടെ? ഉടുപ്പിന്റെ ഉണ്ടിന്റെ മുകളില്. ഉണ്ട എവിടെയാണ് എന്റെ? കൊണ്ട് പൊടി കിടക്ക. അത് പൊട്ടൂത്തിന് 28 കഴിഞ്ഞിട്ടില്ലേ? കണ്ടിടാതിരിക്കാൻ കുങ്കുമം പിന്നെ ആരാ വെച്ചിരാ? കുട്ടിയായാലും മോൻ വേണ്ട. കുട്ടിക്ക് കുറോട്ട് കൊടുക്കുന്ന കുറച്ചുകൊണ്ട് കാണാനില്ലെന്നാ ഇഷ്ട. അമ്മീ അടിശാക്കി. ഒന്നും കഴിക്കണ്ട.
ചേച്ചാ ഉണ്ണിനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണമുണ്ട് ഓഫ് ചെയ്തത് മതിയാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കായിരിക്കും കേട്ടത്. അതിനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇരിക്കുന്നത് ആരാണ്? അമ്മാമന്റെ പൊന്നാണ് ഇരിക്കുന്നത്. അല്ല പൊന്ന ഹായ് പറയൂ, ഹായ് പറയൂ, ഹായ് പറയൂ, ബായ് പറഞ്ഞ ബായ്, വായ പറയും, വായ പറയും, വായ പറയും, വായ പറയും. അങ്ങനെ കാത്ത വായ പറഞ്ഞ നോക്കിയ വായ പറഞ്ഞ. മൂപ്പർക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം. തക്കാളി, ക്യാരറ്റ്, കുക്കുമ്പർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആശാക്ക്. അവളുടെ ഫുഡിനോടൊന്നും അവൾക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താ അതാണ് അവളുടെ ഇഷ്ടം. മുതിരി മാനും ഉപ്പേരി കേട്ടോ. ഒരു മുട്ട പുഴുങ്ങിയത്, സലാഡ്, കൊടപ്പൻ, ഓട്സ് അല്ല ചോളത്തിന്റെ പുട്ടാട്ടോ. പകുതി പഴം കാർത്തുണ്ടായിട്ടാ. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് 2 മണിക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു പഴം കഴിക്കുന്നത്. ആ കുട്ടിക്ക് ഇപ്പൊ ആപ്പിൾ വേണ്ട, പഴം മതി. ഓന് വീടിന്റെ ചേഞ്ച് ചെയ്യാം. ഫ്രൂട്ട്സോ പഴമോ ഒന്നും ഇല്ലാത്തൊരു വീടായിരുന്നു. മുതിര പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഫ്രൂട്ട്സ് ഇഷ്ടമല്ല. ഞങ്ങൾ 3 പഴം 4 പഴമായിട്ട് മേടിക്കണോട്ടോ. ഒരുപാടൊന്നും മേടിക്കില്ല. ആപ്പിളും ചെറിയ ആപ്പിളും നോക്കിട്ട് മേടിക്കുള്ളൂ. വലിയ ആപ്പിളും ഭയങ്കര റേറ്റാ. കാത്തുമ്മയുടെ അമ്മയോ? ആരോടുള്ള വാശി? ടേസ്റ്റ് ഉണ്ടോ കാത്തു? ടേസ്റ്റ് ഉണ്ടോ? പഴം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇതാ. പക്ഷെ പിന്നെ എന്തായാലും നമ്മള് ഷുഗർ തീരെ കഴിക്കണില്ലല്ലോ. അപ്പൊ പിന്നെ ഇതിന്റെ മധുരം ചെല്ലാണ്ട് പിന്നെ വിശക്കും. വേറൊന്നും കഴിക്കാനും പറ്റില്ല. എന്താ ഉച്ചക്ക് എന്ത് കാണാ? ചീര അരിഞ്ഞ വെച്ചിട്ട് ഉപ്പേരി ആണെങ്കിൽ ഉണ്ടാക്കാം. അത് ഓഫ് ചെയ്യാം, മതി അരച്ചു. അങ്ങനെ ഉച്ചയാകുമ്പോൾ BRD ഒരു കാറും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് നമുക്ക് കാണിച്ചു തരാനായിട്ട് വേറെ നേരം പുതിയ കാർ എടുത്താലോ എന്നൊരു താല്പര്യമുണ്ട്. കാറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഒരു കാർ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ വേറെ ആർക്കും ഈ അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് നശിച്ചു പോയി. കാണുമ്പോൾ എന്തൊക്കെയാണെന്ന് വിചാരിക്കട്ടെ, വേറെ ഒന്നുമില്ല. പരിപ്പുണ്ട്, ഗോതമ്പൊടി ഉണ്ട്, കടലുണ്ട്. ഇതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. റാഗി, ഉഴുന്ന്, പിന്നെ വെളിച്ചെണ്ണയിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഡോക്ടർ പറഞ്ഞാലും 1 കുപ്പി വെളിച്ചെണ്ണ മേത്ത് പറ്റാനും 1 കുപ്പി കറി വയ്ക്കാനും. പിന്നെ അലുമിനിയം ഫോയിലിൻ്റെ ചെറിയൊരു ഇതാട്ടോ. പിന്നെ കുക്കുംബർ, സോപ്പ്, ലിക്വിഡ്, അത് കുണുക്കൻ്റെ വാച്ചുണ്ട് ചുണ്ണി ലോക്കറിൽ കുണുക്കി കറി വെച്ചിരിക്കും. കുഞ്ഞപ്പം ഈ തൈര് കൂട്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെന്താ പയർ, ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ഇതൊക്കെ ഓഫറില്ല. ഇതൊക്കെ ഓഫറാ. 69 രൂപ EP-യുടെ. മുതിര, പിന്നെ 4 ബ്രഷ്, അതും ഓഫർ. ഇതിങ്ങനെ കാണുമ്പോഴേ ഓരോ സാധനമൊക്കെ ഉണക്കനെ എപ്പോഴെങ്കിലും ഒരു ബർഗർ ഉണ്ടാക്കി ചെറിയൊരു ചീസിന്റെ പാക്കറ്റ് വെച്ചത്. ചീസ് ആയിരിക്കുന്നത്. പിന്നെ നോക്കിയോക്കെ എന്താണ് അത് പൊടിക്കണം.
പൊളിക്ക് അതോണ്ടാ കത്തിരിക്ക എടുക്കാണ്ട്. അപ്പൊ ഒന്ന് മുറിച്ചു കൊടുക്കുന്നു. അയ്യോ മുറിയുടെ കണ്ണാ. അയ്യോ അങ്ങനെയല്ല. കണ്ടിട്ടില്ല. ആ 3 ആളോട് വിളിച്ച 3 ആൾ കൂടിയിട്ടുള്ളതാ. കാത്തുന് തട്ടിയിട്ടുണ്ട്. ഇതെന്താ വിളിക്ക്? ഇന്ന് കൊറേ പ്രാവശ്യം മിഠായി നമുക്ക് എള്ളുണ്ടോ? ബിസ്ക്കറ്റ് കേക്ക് അവര് ലഡു പേട് എന്തെങ്കിലും എനിക്ക് തോന്നുന്നു തിന്നാൻ പറ്റണ്ട. കേക്ക് 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 ഇത് കേക്ക് ഉണ്ട്. എങ്ങനെയൊക്കെ തിന്നാൻ പറ്റില്ലല്ലോ. എനിക്ക് തിന്നാൻ പറ്റില്ലല്ലോ. അതാ ഇത് ഇവിടുത്തെ 2 വേറെ ചെറിയ കുട്ടികൾ. ഞാനാണ് ഇവിടെ ചെറിയ കുട്ടി. അത് വേറെ കാര്യം. ഓരോരുത്തർ അവകാശികളാണ്. ഒരു ചേച്ചി മെല്ലെ പിടിച്ച ചേച്ചി പൊട്ടിച്ചാ അത് കേക്കാം. എന്തായാലും ബന്ധുക്കളൊന്നും ഇല്ല. ബേക്കറി കൊണ്ട് നമുക്ക് അല്ല എല്ലാ വീട്ടിലും വിരുന്നുകാരൊക്കെ വരുമ്പോ പലഹാരം കൊണ്ടുപോകും. അല്ല എവിടെയത് ചേച്ചിക്ക് ഒരു ഐ ലവ് പറയണ്ട. ചേച്ചിയോട് ഐ ലവ് പറയണ്ട. ചേച്ചിയോട് ഐ ലവ് പറയണ്ട. നോക്കിതിന് അല്ല ഞാൻ അച്ഛൻ ഗൾഫിലുള്ളപ്പോ ഇവര് മിഠായി തിന്ന് മടുത്തോറ ഈ 2 ആള്. ഇല്ല ശരിക്കും മടുത്തില്ലേ അച്ഛൻ മിഠായി കൊടുത്തത്? എന്നാലും സമയത്തൊക്കെ മടുത്തില്ലായിരുന്നു. സമൃദ്ധി കൊടുത്തിട്ട് അച്ഛൻ വരുമ്പോ മാത്രല്ല അച്ഛൻ ആരെയും വരുമ്പോ മിഠായി മെയിനായിട്ട് കൊടുത്തേക്കും. പക്ഷെ കുടുക്കനും കാർത്തനും കുടിക്കുകയാണ് ശരിക്കും. പക്ഷെ ഇപ്പൊ എല്ലാ ഭാഗ്യങ്ങളായില്ലേ. ഐ ലവ് യു
ഞാൻ നോക്കിട്ട് പറ ഐ ലവ് യു. ഇത് ഐ ലവ് യു അല്ല. ഇത് കേക്കിന്റെ ഇപ്പൊ പുതിയതായിരുന്നു ഇതിന്റെ ഉള്ളില് കേക്കാ. ഞാൻ അത് കണ്ടായിരുന്നു. അതോ അതോ ബ്രൗണി ബ്രൗണി. അപ്പൊ അത് നോക്ക്, ഇതാ വാങ്ങണ്ട നോക്ക്. അമ്മേ ഈത്തപ്പഴം, ആപ്പിൾ ഫ്രഷാണ് കേട്ടോ. പാപ്പെടുത്തു പാപ്പെടുത്തു. ആ മുന്തിരി സ്പെഷ്യൽ മുന്തിരി ഉണ്ട് തോന്നുന്നു. 2 തരം മുന്തിരി ഉണ്ട്. ഒന്ന് സ്പെഷ്യൽ മുന്തിരിയാന്ന് പറഞ്ഞു. അവിടെ സ്പെഷ്യൽ നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്ത് സ്പെഷ്യൽ. ഭയങ്കര മധുരം. ഇതൊക്കെ കഴിച്ചു കാത്തോ. അനക്ക് തന്നെ തരുന്ന മാമ. ഉണക്കി പെട്ടത് ഉണക്കി തോന്നും. ബ്ലൂബെറി എന്താ റൗണ്ടല്ലേ? അത്തിപ്പഴാണോ? ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഞാൻ കുഞ്ഞെ കുപ്പി അടിച്ചിട്ട് ഓടിക്കരുത്. 400 രൂപ. 2 തരം ബദാമുണ്ട് കേട്ടോ. ബദാമല്ല, പിസ്ത 2 തരം. ഏതോ ഓറഞ്ച് തരം നട്ട്സ് അങ്ങനെ കവർ ചേച്ചി പോണ്ട്. ആ കുണിക്ക് നമ്മളവിടെ മേടിച്ച സീഡിനേക്കാൾ ഈ സീഡിന്റെ ടേസ്റ്റ് വ്യത്യാസം എന്താണ് കേട്ടോ. ഈ സീഡിനൊക്കെ ടേസ്റ്റ് വ്യത്യാസം എന്ത്. നല്ല മധുരം. നന്നായിട്ട് കുഞ്ഞിന്റെ പിച്ച ചിസാണ്. ഞാൻ നല്ല ആൾക്കാരാണ് കുണുക്കൻ കുണിക്ക് കാത്തു. ഇവിടെ വേറെ ആർക്കും കിട്ടാലും ഇവരെ തന്നെയാണ് അതിന്റെ തീറ്റുന്ന ആൾക്കാര്. ശരിയല്ലോ, വേറെ നമ്മളെ അച്ഛ ചേർക്കുന്നുണ്ട്. അതിന്റെ ദിവസം ഇപ്പൊ കിട്ടിയത് തന്നെ എല്ലാവർക്കും. ഇപ്പൊ 2 നോട്ടെ. നമ്മള് മേടിക്കുന്നതൊക്കെ ശരിക്കതല്ലേ. ഇതിന് മാവിലുണ്ട്.
ഇങ്ങനെ മാറ്റങ്ങളുണ്ടാവില്ലേ സാധനങ്ങൾക്ക്? കാര്യം നമ്മൾ നെസ്റ്റോന്ന് മേടിക്കുന്നത് എന്നിട്ടൊക്കെ മാറ്റി ഒരുപാട്. അത് ഉപ്പുള്ളതാ? രണ്ട് വ്യത്യസ്ത ബദാമാണ് പുസ്തകം പറഞ്ഞു. ഞാൻ ചിലത് ഉപ്പില്ലാത്ത അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് കഴിക്കേണ്ട വിധം കടയിലത്താണ് ചിലപ്പോ കഴിച്ച നമ്മളങ്ങനെ കഴിക്കാത്തോണ്ടായിരിക്കും നമുക്ക് അതിന്റെ ടേസ്റ്റ് ആണ്. ഏട്ടനല്ല മോൻ. ഇത് രസം തന്നെടാ. നമ്മൾക്ക് അന്ന് മേടിച്ചപ്പോ കാർച്ചൂറുള്ളത് കിട്ടിയത്. വെക്കേണ്ട കാര്യമില്ല, ഈ തോട്ടത്തിലുള്ള വെക്കേണ്ട കാര്യമില്ല. അതെന്നാ നോക്കാം നമുക്ക്. അങ്ങനെ ലൈഫിൽ കാണാത്ത അത്രയും ഐറ്റംസുകളായിരുന്നോട്ട് നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കിട്ടിയത്. എന്താ പറയുക, ലൈഫിൽ ഞങ്ങൾ കണ്ടിട്ടില്ല ഇത്രയും ഐറ്റംസുകളും കാര്യങ്ങളൊന്നും. അന്നേട്ടൻ ഗൾഫിൽ നമ്മൾ ബദാം, പിസ്ത, അങ്ങനെ ഈത്തപ്പഴം, അങ്ങനെ അണ്ടിപ്പരിപ്പ് കൊടുക്കുന്നുണ്ടെന്നാണ്. ഇത്രയും ഐറ്റംസുകളൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു അത്ഭുതം പോലെ ആയിരുന്നോട്ടെ. പിന്നെ കുണിക്കൊന്നും ഈ ഗൾഫിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിടിച്ചിട്ട് കഴിച്ചിട്ടില്ലേ കാർത്തുമ്മ. അപ്പോൾ അവർക്കതൊരു പെട്ടി കാനൊക്കെ പൊളിക്കുക, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കുണിക്കുമ്പോൾ നല്ല കുഞ്ഞിന് മുന്നിൽ ചെറിയ കുട്ടികളെല്ലാം ചെയ്യാനായിട്ട് അവരും ഭയങ്കര സന്തോഷം. പലഹാരങ്ങൾ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമല്ലേ, എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ പലഹാരങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഒരുപാട് സന്തോഷിക്കാനും പറ്റില്ല. മധുരം കഴിക്കാനൊക്കെ എനിക്ക് പേടിയായി. ഇത്രയും വെയിറ്റ് ഞാൻ കുറച്ച് തരാം. ഇപ്പോൾ ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ 86 കിലോനായിട്ടാണ്. അപ്പോൾ ഇത്രയും വെയിറ്റ് ഞാൻ കഷ്ടപ്പെട്ട് കുറച്ചിട്ട് ഇനി ഇതൊക്കെ കഴിച്ച് പെട്ടെന്ന് കൂടുമോ എന്നുള്ളൊരു ടെൻഷന് കാര്യമുണ്ട്. എന്നാലും നമുക്ക് വേണ്ടി നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് കൊടുത്തേക്കുമ്പോൾ നമുക്ക് അതിൽ നിർത്തുകൊണ്ട് കഴിക്കാണ്ടിരിക്കാൻ നമുക്ക് ആർക്കും തോന്നില്ലല്ലോ. എനിക്ക് എൻ്റെ ജീവനേക്കാളും പ്രിയപ്പെട്ടതാണ് അതെന്ന്. അപ്പോൾ ഞാൻ കഴിക്കൂട്ടോ, കുറച്ച് ഇങ്ങനെ കഴിക്കുമെന്ന് വെച്ചാൽ. മനുഷ്യനൊരായുസ് എന്താ പറയുക, ഇതൊക്കെ ഒരു മനുഷ്യജന്മൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ തരി കഴിച്ചുകൊണ്ടൊന്നുമില്ല. പിന്നെ മനുഷ്യാവസ്ഥയിൽ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹണിമൂണിന് പോയി വരുമ്പോഴേക്കാണ് ഒരു കുടുംബത്തിൽ 4 ആൾ പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ലൈഫിൽ. നമ്മളെല്ലാം ത്യാഗം സഹിച്ച് പിടിച്ച് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്തമ്പുരാൻ അങ്ങനെ വിളിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും പോകേണ്ടതല്ലേ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ഭൂമിയിലല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് സന്തോഷിച്ചിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.